ലാസ്റ്റ് ഡേ നമ്മൾ പഠിച്ചു നിർത്തിയത് ഇവിടെയായിരുന്നു. പ്രൈസിങ് ഒബ്ജക്റ്റീവ്സിലെ സർവൈവൽ. വാട്ട് ആർ ദ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്? വാട്ട് ആർ ബീങ് ഡിസ്കസ്ഡ് also. So today we are moving on to the new one, that is the pricing policies and the strategy. What are the pricing policy that we adopt in our marketing firm? So for that, the first consideration involved, that is the first thing that should be considered, is the competitive situation. ഒരു സ്ട്രാറ്റജി, പ്രൈസിങ് പോളിസി അല്ലെങ്കിൽ സ്ട്രാറ്റജി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഫസ്റ്റ്, കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ. നമ്മൾ കോമ്പറ്റീറ്റേഴ്സായി നിൽക്കുന്നവരുടെ പോളിസീസ് എന്താണ്, അവരുടെ പ്രൈസിങ് പോളിസീസ് എന്താണെന്ന് നോക്കണം. പക്ഷേ ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ആണെങ്കിൽ ഒരിക്കലും ഒരു പ്രൊഡ്യൂസറിന് പ്രൈസിൻ്റെ മേലെ കൺട്രോൾ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും കോമ്പറ്റീറ്റീവ് ഫേം ഇങ്ങനെ ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്ത് നമ്മൾ മാറേണ്ടി വരും. ഇപ്പോൾ കോമ്പറ്റീറ്റീവ് ഫേമിൽ പ്രൈസ് കുറച്ചാണ് നമ്മളുടെ സിമിലർ പ്രൊഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ നമ്മളും ആ പ്രൈസിൽ തന്നെ എത്തേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആരും വാങ്ങാതെ വരും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കൺസിഡറേഷൻ ദാറ്റ് ബിഫോർ ഫോർമുലേറ്റിംഗ് ദ പ്രൈസിങ് പോളിസി. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ. കോമ്പറ്റീറ്റീവിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഒരു പെർഫെക്റ്റ് മാർക്കറ്റ് ആണെങ്കിൽ അവിടെ എപ്പോഴും കോമ്പറ്റീറ്ററിനെ ശ്രദ്ധിക്കണം. അതിൽ നമ്മളൊരു മോണോപ്പൊളി മാർക്കറ്റാണ്, നമ്മൾ മാത്രമേ ഒരു പ്രൊഡക്റ്റ് ആ കാറ്റഗറി പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കേണ്ട, ബിക്കോസ് ദർ ഇസ് നോ കോമ്പറ്റീറ്റേഴ്സ്. സോ വി ക്യാൻ ഫിക്സ് ദ പ്രൈസ് ആസ് പെർ അവർ കൺസിഡറേഷൻ. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഗോൾ ഓഫ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. ദാറ്റ് ഈസ് നമ്മളുടെ ഗോൾ എന്താണ്, പ്രോഫിറ്റ് സെയിൽസ് എന്നുള്ള കൺസെപ്റ്റിലാണോ എന്ന് നോക്കണം. That is, the business uses the pricing device for the purpose of maximizing profit. Always a business unit will be focusing on the profit and maximizing the profit. So, they should also stimulate profitable combination sales. അപ്പോൾ സെയിൽസിലൂടെ എപ്പോഴും പ്രോഫിറ്റ് എത്തുന്ന രീതിയിലായിരിക്കണം. സോ ദിസ് ഇസ് ദ സെക്കൻഡ് കൺസിഡറേഷൻ ഓൺ മേക്കിംഗ് ദി പ്രൈസിങ് പോളിസി. അപ്പോൾ പ്രൈസ് വളരെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുകയില്ല. സോ അറ്റ് എ റീസണബിൾ പ്രൈസ് യു വോണ്ട് ടു ഫിക്സ് ദ പ്രൈസ് ആൻഡ് ഓൾസോ ഇൻക്രീസ് ദ സെയിൽസ്. സെയിൽസ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി ദ പ്രൈസ് വിൽ ഗീവ് പ്രോഫിറ്റ് ഫോർ അവർ പ്രൊഡക്റ്റ്. ഓക്കെ, തേർഡ് വൺ ഇസ് ലോങ് റേഞ്ച് വെൽഫെയർ ഓഫ് ദ ഫേം. ജസ്റ്റ് നമുക്ക് ഇപ്പോഴത്തേക്ക് വേണ്ടി ഒരു ഫേം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 2 മാസത്തേക്കൊന്നുമല്ല. ഇറ്റ് ഇസ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം ലോങ് ടേം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും പ്രൈസിങ് ഷുഡ് ടേക്ക് കെയർ ഓഫ് ദി ലോങ് ടേം വെൽഫെയർ ഓഫ് ദ കമ്പനി. ഇപ്പോൾ ഒരു ഹൈ പ്രൈസ് വെച്ച് മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ നോക്കാതെ പതുക്കെ നമ്മൾ ആ മാർക്കറ്റിൽ കയറി വി വോണ്ട് ടു ക്യാച്ച് ദി കോൺഫിഡൻസ് ഓഫ് ദി കസ്റ്റമേഴ്സിൻ്റെ കോൺഫിഡൻസ് വാങ്ങി ഇൻ future ways we want to add on our price and get a share in the market share കൂട്ടണം. അതായിരിക്കും നമ്മുടെ. അപ്പോൾ ലോങ് ടേം ആയിട്ടാണ് നമ്മുടെ ഫേം വർക്ക് ചെയ്യുന്നതെന്നുള്ള കൺസെപ്റ്റ് നമ്മൾ വെക്കണം. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് വി വോണ്ട് ടു ഫിക്സ് ദ പ്രൈസസ്. ദാറ്റ് ഇസ് ദ തേർഡ് വൺ, ലോങ് റേഞ്ച് വെൽഫെയർ ഓഫ് ദി ഫേം. നെക്സ്റ്റ് വൺ ഇസ് ഫ്ലെക്സിബിലിറ്റി. എന്ന് വെച്ചാൽ പ്രൈസിങ് പോളിസി എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. എക്കണോമിക് കണ്ടീഷൻ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ തന്നെയെന്ന് വെച്ചാൽ നമുക്ക് കൊറോണ വന്നപ്പോൾ പലവർക്കും ജോലി നഷ്ടമായി, ജോലിയുടെ പൈസ കുറഞ്ഞു, സാലറി കട്ട് വന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു എക്കോണമി, ഒരു മാർക്കറ്റിൽ പോയി നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പ്രിഫർ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻകം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നമ്മൾ ആ പ്രൊഡക്റ്റിനെ വാങ്ങുകയുള്ളൂ. സോ ഇഫ് the customers are not at all having the purchasing power, the producers or the sellers should make some adjustment in their prices. ആ പ്രൈസ് അതിനനുസരിച്ച് അവർ മാറ്റണം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് പിന്നെ വാങ്ങത്തില്ല ആരും. സോ അക്കോർഡിംഗ് ടു ദി എക്കണോമിക് കണ്ടീഷൻ ദ പ്രൈസിങ് പോളിസി അഡോപ്റ്റഡ് ബൈ എ ഫേം ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആണെന്ന് വെച്ചോ, അവിടെ എപ്പോഴും പ്രൈസിങ് ഡിസ്ക്രിഷന് വളരെ കുറവ് ഇതാണുള്ളത്, discretion ആയിരിക്കുള്ളൂ. ഓക്കെ, ആൻഡ് ഇഫ് എ ഫേം ഇസ് സെല്ലിംഗ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഇൻ എ ഹൈലി കോമ്പറ്റീറ്റീവ് ഫേം ഇറ്റ് വിൽ ഹാവ് ലിറ്റിൽ സ്കോപ്പ് ഓഫ് പ്രൈസ് ഡിസ്ക്രിയേഷൻ. പ്രൈസ് ഷുഡ് ഓൾസോ ബി ഫ്ലെക്സിബിൾ ടു ടേക്ക് കെയർ ഓഫ് ദി ക്ലിനിക്കൽ വേരിയേഷൻ. ദർ ഇസ് സൈക്ലിക് വേരിയേഷൻ ഉണ്ടാവും നമ്മുടെ എക്കോണമിയിൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മുടെ പ്രൈസിങ്ങും മാറ്റി കൊണ്ടുവരാം. ദിസ് ഇസ് ദ ഫോർത്ത് പോയിന്റ്, ദാറ്റ് ഇസ് ദ പ്രൈസിങ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. നെക്സ്റ്റ് വൺ ഇസ് ദ ഗവൺമെൻറ് പോളിസി. The government may prevent the firm in forming combination to set a high price. We all know that on any product it is written MRP, that is maximum retail price. It is some of the restriction given by the government. Government തന്നെ പറയാം MRPയിലായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് മാക്സിമം വിൽക്കാൻ പാടുക, അതിനേക്കാളും കൂടുതലായിട്ട് ഒരിക്കലും ഒരു പ്രൊഡക്റ്റിനെ വാങ്ങരുത്. ദിസ് ഇസ് വൺ ഓഫ് ദ റെസ്ട്രിക്ഷൻ ഓഫ് ദി ഗവൺമെൻറ് പോളിസി. ഓക്കെ, പ്രൈസിങ്ങിൽ ചിലപ്പോൾ ഈ ഗവൺമെൻറ് ഇൻവോൾവ് ചെയ്യും.
ഓർ ചിലപ്പോൾ പൊളിറ്റിക്സ് ഇൻവോൾവ് ആകാറുണ്ട്. സോ ദിസ് ഷുഡ് ഓൾസോ ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഓൺ ഫിക്സിങ് ദി പ്രൈസസ്. ഓക്കെ, എന്ന് വെച്ചാൽ എപ്പോഴും കൺസ്യൂമറിന് എക്സ്പ്ലോയിറ്റേഷൻ നടക്കും. നമ്മുടെ മാർക്കറ്റിംഗ് ഫോം വളരെ ഹൈ പ്രൈസ് വയ്ക്കുമ്പോൾ കൺസ്യൂമർ ആർ എക്സ്പ്ലോയിറ്റഡ്. അവർക്ക് അറിയുന്നില്ല അവരുടെ പ്രൊഡക്റ്റിന്. അപ്പോൾ ഗവൺമെൻറ് ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻ വരും. MRPയിലേക്കാളും കൂടുതൽ വിൽക്കരുത്, MRPനേക്കാളും കുറഞ്ഞു വിറ്റാലും കുഴപ്പമില്ല, കൂടുതൽ വിൽക്കാൻ പാടില്ല. ദിസ് ഇസ് വൺ ഓഫ് ദി റെസ്ട്രിക്ഷൻ. ദാറ്റ് ഇസ് ദ 5th one, ഗവൺമെൻറ് പോളിസി. 6th one is overall goals of business. നമുക്ക് പ്രൈസിങ് ഒരു എൻഡല്ല. എപ്പോഴും പ്രൈസിങ് എന്ന് വെച്ചാൽ നമ്മൾ പല ഗോൾസിലേക്ക് എത്താനുള്ളൊരു വേ ആണ്. ചിലപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രൈസ് കൂട്ടും. നേരത്തെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞാൽ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈസ് കൂട്ടും. എന്നാൽ നമുക്കൊരു മാർക്കറ്റ് ഷെയർ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസ് കുറച്ച് സ്കിമ്മിങ് അഡോപ്റ്റ് ചെയ്ത് പതുക്കെ നമ്മൾ പ്രൈസ് കൂട്ടി വരും. അങ്ങനെ നമുക്ക് ഓരോ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവിനനുസരിച്ചുള്ള പ്രൈസിങ് വെക്കണം. പ്രൈസിങ് ഷുഡ് ബി ഓൾവേസ് കമ്പാക്റ്റബിൾ വിത്ത് ദ our market objectives. Okay, a pricing policy should never be established without consideration as to its impact on the other policies and practices. Other policies and practicesനെ എഫക്റ്റ് ചെയ്യാത്ത രീതി, അവനെ ഇമ്പാക്റ്റ് ചെയ്യാത്ത രീതി വേണം നമ്മൾ പ്രൈസിങ് പോളിസി ഫോർമുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. ദിസ് ഇസ് ദ ഓവറോൾ ഗോൾസ് ഓഫ് ബിസിനസ്. നെക്സ്റ്റ് വൺ ഇസ് പ്രൈസ് സെൻസിറ്റിവിറ്റി. പ്രൈസ് ചേഞ്ച് ചെയ്യും ബേസ്ഡ് ഓൺ ദി കൺസ്യൂമർ ബിഹേവിയർ, വേരിയേഷൻ ഇൻ ദി മാർക്കറ്റ് എഫേർട്ട്, പ്രൊഡക്റ്റിൻ്റെ നേച്ചർ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ദ സർവീസ് ആഫ്റ്റർ സെയിൽസ്. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. കൺസ്യൂമറിൻ്റെ ബിഹേവിയർ മാറുന്നതിനനുസരിച്ച് നമ്മൾ പ്രൈസ് മാറ്റേണ്ടി വരും. സോ ഓൾവേസ് എ ബിസിനസ് മാൻ ഓഫൻ ടെൻഡ് ടു എക്സാജറേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് സെൻസിറ്റിവിറ്റി ആൻഡ് ഇഗ്നോർ മെനി ഐഡൻറ്റിഫൈഡ് ഫാക്ടേഴ്സ് വി ടെൻഡ് ടു മിനിമൈസ് ഇറ്റ്. എപ്പോഴും നമ്മൾ പ്രൈസ് സെൻസിറ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദാറ്റ് ഈസ് വൺ ഓഫ് ദി അനദർ കൺസിഡറേഷൻ ഷുഡ് ബി ടേക്കൺ ഓൺ ഫോർമുലേറ്റിംഗ് ദ പ്രൈസിംഗ് പോളിസി ആൻഡ് ഇറ്റ്സ് സ്ട്രാറ്റജി, ദാറ്റ് ഈസ് പ്രൈസിംഗ് സ്ട്രാറ്റജി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റൂട്ടിനൈസേഷൻ ഓഫ് പ്രൈസിംഗ്. ദാറ്റ് ഈസ് എ ഫേം മസ്റ്റ് ടേക്ക് മെനി പ്രൈസിംഗ് ഡെസിഷൻ. പല പ്രൈസിംഗ് ഡെസിഷൻ ഉണ്ടാവും, അത് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ടൈമിലെല്ലാം നമ്മൾ ഒരു റൂട്ടിനൈസ്ഡ് പ്രൈസിങ് വെക്കണം. ഒരു റൂട്ടിലായിരിക്കും പ്രൈസ് ഇങ്ങനെ കൂടി ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ കൂടി. ദർ ഷുഡ് ബി സം റൂട്ട്, എങ്ങനെ വേണം പ്രൈസ് മൂവ് ചെയ്യേണ്ടതെന്നൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് വൺ, റൂട്ടിനൈസേഷൻ ഓഫ് പ്രൈസിങ്. സോ these competitive situation, goal of profit and sales, long range welfare of the firm, flexibility, government policy, overall goals of business, price sensitivity and routinization of pricing. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ മേജർ കൺസിഡറേഷൻ ഓൺ ഫോർമുലേറ്റിംഗ് എ പ്രൈസിംഗ് പോളിസി ആൻഡ് സ്ട്രാറ്റജി. സോ ഐ ഹോപ്പ് ദാറ്റ് എവറിബഡി അണ്ടർസ്റ്റുഡ് ദിസ്. നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം പ്രൈസിംഗ് പോളിസി ഉണ്ടാക്കുമ്പോൾ, സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പോൾ എന്ന്. കോമ്പറ്റീറ്റേഴ്സിനെ നോക്കണം, നമ്മുടെ ഗോൾ എന്താണെന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം. ലോങ് ടേം വെൽഫെയർ എന്നുള്ള കൺസെപ്റ്റ് വേണം നമ്മൾ ചെയ്യാനുള്ളത്. ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഫ്ലെക്സിബിൾ ആയിരിക്കും കൺസ്യൂമറിനനുസരിച്ച്, അല്ലെങ്കിൽ ഇക്കോണമീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസിംഗ് പോളിസി എടുക്കണം. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ നോക്കണം, MRP ആ കാര്യങ്ങളെല്ലാം നോക്കണം. ഓവറോൾ ഗോൾ എന്താണെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പ്രൈസ് ചെയ്യാൻ. ആൻഡ് ഓൾസോ പ്രൈസ് സെൻസിറ്റിവിറ്റി, നമ്മൾ പ്രൈസ് സെൻസിറ്റീവ് ആണ് ബേസ്ഡ് ഓൺ മെനി ഫാക്ടേഴ്സ്, അത് കൺസിഡർ ചെയ്യണം. ആൻഡ് ദർ ഷുഡ് ബി എ പ്ലാൻ ഫോർ ദിസ് പ്രൈസിംഗ് മെത്തേഡ്. ഏത് രീതിയിലായിരിക്കണം നമ്മൾ പ്രൈസ് കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടത് എന്നുള്ളൊരു റൂട്ട് വേണം, ഓർ ദർ ഷുഡ് ബി എ പ്ലാൻ. ഓക്കെ, സോ ദീസ് വർ ദി പ്രൈസിംഗ് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ്. നൗ മൂവിങ് ഓൺ ടു ദി ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് പ്രൈസിംഗ് പോളിസിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹം? വി നോ ദാറ്റ് ഫസ്റ്റ് വൺ, പ്രൈസ് പ്രോഫിറ്റ് സാറ്റിസ്ഫാക്ഷൻ. പ്രൈസ് ഷുഡ് ബി ഓൾവേസ് ലീഡിങ് ടു പ്രോഫിറ്റ്. എപ്പോഴും നമ്മൾ പ്രോഫിറ്റിലേക്ക് എയിം ചെയ്തിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, അല്ലേ? ഒരിക്കലും നഷ്ടം ഉണ്ടാകാൻ വേണ്ടി ആരും പ്രൈസ് ഫിക്സ് ചെയ്യുകയോ ബിസിനസ് നടത്തുകയോ ചെയ്യില്ല. സോ പ്രൈസ് ഷുഡ് ബി ഇൻ കോർഡിനേഷൻ ഗിവിങ് സം കൈൻഡ് ഓഫ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ദി ഡിമാൻഡ് കൂട്ടി പ്രൈസ് വെച്ച് നമ്മൾ ഡിമാൻഡ് കൂട്ടിയിട്ട് വേണം പ്രോഫിറ്റിലേക്ക് എത്താൻ. So, the firms are interested in keeping their price stable within certain period of time, irrespective of changes in the demand and cost, so that they get the expected profit. Demandum cost ശ്രദ്ധിക്കാതെ പ്രൈസ് സ്റ്റേബിളായി ചില ടൈമിൽ വെക്കേണ്ടി വരും ചില ഫേംസിന്, ബിക്കോസ് ദേ വോണ്ട് ടു ഗെറ്റ് സം പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ്. ആഫ്റ്റർവേർഡ്സ് ദേ മേ ചേഞ്ച് ഇറ്റ്. നമുക്ക് ആദ്യം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ മാർജിനിൽ തുടങ്ങും, പിന്നെ നമ്മൾ നമ്മുടെ ഫിക്സഡ് പ്രൈസിൽ ഡിമാൻഡ് എത്ര മാറിയാലും വി വിൽ ബി ഫിക്സിങ് അവർ പ്രൈസ്. only on certain adverse condition we will be changing or we will adopt some flexibility on the pricing policy. Okay, this is the first one. Second one is sales maximization of and growth. That is, a firm always set a price
അതെന്തിനു വേണ്ടി? നമ്മുടെ സെയിൽസ് കൂട്ടുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തിലായിരിക്കും നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ ഫേം ഗ്രോത്തിലേക്ക് എത്തുള്ളൂ. ദിസ് ഇസ് ദ സെക്കൻഡ് ഒബ്ജക്റ്റീവ്. തേർഡ് വൺ ഇസ് മേക്കിംഗ് മണി. സിമ്പിൾ വൺ. Always firms want to make some profit and get some money. That is the making money. Fourth one is preventing competition. Price should be planned in such a way that we are not affected by the competitors. എന്നുവെച്ചാൽ ഒരു സ്യൂട്ടബിൾ പ്രൈസിങ് പോളിസി ആണെങ്കിൽ നമുക്ക് റൈവൽസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്ററിനെ നമ്മുടെ ഫീൽഡിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ നമ്മളെ ഒരിക്കലും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് എ സ്യൂട്ടബിൾ പ്രൈസ് പോളിസി, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ സച്ച് എ പോളിസി, ബട്ട് ഇഫ് യു ആർ ഡൂയിങ് ദാറ്റ് വി ക്യാൻ റെസ്ട്രിക്ട് ദ എൻട്രി ഓഫ് റൈവൽസ്. ഓക്കെ, അൺറെസ്ട്രിക്റ്റഡ് കോമ്പറ്റീഷനുമാണ് പ്ലാനിങ്ങും ഉണ്ടാവുമ്പോൾ. അൺറെസ്ട്രിക്റ്റഡ് കോമ്പറ്റീഷൻ, പലയിടത്തുനിന്ന് കോമ്പറ്റീഷൻ, അതുപോലെ ഒരു പ്ലാൻ ഇല്ലാതെ നമ്മൾ പ്രൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ റിസോഴ്സസും വേസ്റ്റ് ആവുന്നത്. സോ ഇഫ് യു ആർ ഹാവിങ് എ ബെറ്റർ പ്ലാൻ we will get rid of competitors too. This is the fourth one. Fifth objective is market share. മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്തയും. പക്ഷെ നമ്മളെപ്പോഴും ലീഡർ ആയിരിക്കണം. നമ്മൾ ഡോമിനേറ്റിംഗ് ലീഡർഷിപ്പ് ഉണ്ടാവണം നമ്മുടെ ഫേമിന്. സോ based on that we should set the pricing policy, and if the pricing is best it will lead to market share, increased market share. Then survival in a market is very essential for a firm, and this is based on the പ്രൈസിങ്ങിന് ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് മാർക്കറ്റിൽ സർവൈവൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസിന് വേണ്ടി നമ്മൾ പല ടൈപ്പിലുള്ള ഒബ്സ്റ്റക്കിൾസിനെ നമ്മൾ ചാലഞ്ചസിനെ ഫേസ് ചെയ്യേണ്ടി വരും. ബട്ട് ഓൾ ദ കേസസ് വി വോണ്ട് ടു ഹാവ് എ suitable pricing policy. Okay, that is the sixth one, survival. Next is market penetration. Sometimes നമ്മുടെ ഫേം ആദ്യത്തെ ഫേം ആയിരിക്കും. അപ്പം നമുക്ക് ആ മാർക്കറ്റിലേക്ക് കയറണം. കുറേ കോമ്പറ്റീറ്റേഴ്സുള്ള ഫേമാണ്. അതിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി അറിയപ്പെടാത്തൊരു കമ്പനിയാണ്. അപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറേ ഓഫേഴ്സൊക്കെ കൊടുത്ത് പ്രൈസൊക്കെ കുറച്ച് അങ്ങ് കയറി കൊടുക്കും. അതാണ് മാർക്കറ്റ് പെനട്രേഷൻ. എങ്ങനെയെങ്കിലും മാർക്കറ്റിലേക്ക് തുളച്ച് കയറും. അല്ലെങ്കിൽ നമ്മൾ ലോ പ്രൈസ് കൊടുക്കും, ചിലപ്പോൾ പ്രൈസ് സെൻസിറ്റിവിറ്റി കൊടുക്കും. അതിനെയാണ് നമ്മൾ മാർക്കറ്റ് പെനട്രേഷൻ പ്രൈസിങ് തന്നെ. ദറ്റ് ഈസ് ദേ സെറ്റ് ദ ലോവസ്റ്റ് പ്രൈസ് അസ്യൂമിങ് ദ മാർക്കറ്റ് ഇസ് പ്രൈസ് സെൻസിറ്റീവ്. പ്രൈസ് സെൻസിറ്റീവ് ആണെന്ന് വെച്ചാൽ നമ്മൾ ലോവസ്റ്റ് പ്രൈസിൽ കൊടുക്കും. അതിനെ നമ്മൾ മാർക്കറ്റ് പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറയും. ദിസ് ഇസ് എ വേ. പ്രൈസിംഗ് ഈസ് അനദർ വേ ടു എൻറ്റർ ഇൻ ടു എ മാർക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മാർക്കറ്റ് സ്കിമ്മിങ്. It is very important. Market skimming means the practice of charging high price for a new product in the beginning to exploit the favorable demand stimulation is called price skimming. ഹൈ പ്രൈസ് കൊടുത്ത് മാർക്കറ്റിലേക്ക് കയറുന്നതിനെയാണ് പ്രൈസ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. നമുക്കത് എപ്പോഴും ഒരു സംശയമായിരിക്കും, ഹൈ പ്രൈസ് കൊടുത്ത് എങ്ങനെ മാർക്കറ്റിൽ കയറുമെന്ന്. ബട്ട് ഇഫ് വി ആർ ചാർജിങ് എ ഹയർ പ്രൈസ് ഇറ്റ് മീൻസ് ദാറ്റ് പ്രൊഡക്റ്റ് ഇസ് ഹാവിങ് സം ക്വാളിറ്റി. ആപ്പിൾ ഒരിക്കലും ലോ പ്രൈസിലല്ല സ്റ്റാർട്ട് ചെയ്തത്. ദേ സ്റ്റാർട്ടഡ് വിത്ത് എ ഹയർ പ്രൈസ്. ഹൈ പ്രസ്റ്റീജ് പ്രൈസിലാണ് ആപ്പിൾ ഫോൺസ്, ലാപ്ടോപ്സ് എല്ലാം മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. ബട്ട് ദർ വർ മെനി പീപ്പിൾ ഹൂ ഓപ്റ്റഡ് ദാറ്റ് ബിക്കോസ് അതിന് അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്, ഇത്ര പ്രൈസ് ആണെങ്കിലും വാങ്ങും, ഇറ്റ് ഈസ് എ പ്രസ്റ്റീജ് പ്രൊഡക്റ്റ് എന്ന ഇമേജ് ആപ്പിളിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത് മാർക്കറ്റ് സ്കിമ്മിങ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഏർലി ക്യാഷ് റിക്കവറി. നമുക്ക് ക്യാഷ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റിക്കവർ ചെയ്യാൻ വേണ്ടി this is the pricing is the best method. Okay, then only we can recover the cash at an earliest. And the last one, satisfactory rate of return. എന്തായാലും നമുക്കൊരു റേറ്റ് ഓഫ് റിട്ടേൺ വേണം. അത് സാറ്റിസ്ഫാക്ടറി ആവണമെങ്കിൽ the pricing should be as per the cost of production. Always pricing should exceed the cost of production. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാളും കൂടുതലായിട്ട് നമ്മൾ സെല്ലിംഗ് പ്രൈസ് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുള്ളൂ. സോ ഓൾവേസ് ഇറ്റ് ഷുഡ് ഗീവ് എ സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് റിട്ടേൺ. സോ ദീസ് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? profit satisfaction, sales maximization, making money, preventing the competition by pricing, then market share, reaching a market share, survival in the market penetration and market skimming, early cash recovery, satisfactory rate of return. The market skimming important ആണ്. നമ്മൾ ഹൈ പ്രൈസ് കൊടുത്ത് കയറുന്നത്, എന്നാൽ മാർക്കറ്റ് പെനട്രേഷൻ ലോ പ്രൈസ് കൊടുത്ത് കയറുന്നത്. ദർ ഇസ് ഡിഫറൻസ്. ഇൻ മാർക്കറ്റ് പെനട്രേഷൻ ദറ്റ് ഇസ് വി ആർ എൻറ്ററിങ് ദ മാർക്കറ്റ് വിത്ത് എ ലോ പ്രൈസ്, വെറൈസ് ഇൻ മാർക്കറ്റ് സ്കിമ്മിങ് വി ആർ എൻറ്ററിങ് ഇൻ എ മാർക്കറ്റ് ഇൻ എ ഹൈ പ്രൈസ്. മാർക്കറ്റ് പെനട്രേഷൻ നമുക്ക് ജിയോനെ എക്സാമ്പിൾ പറയാം. റിലയൻസ് ജിയോ കയറിയതെന്ന് വെച്ചാൽ ലോ പ്രൈസിന് അല്ലെങ്കിൽ
സീറോ കോസ്റ്റിനാണ് നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി തന്നത്. ദേ അഡോപ്റ്റഡ് ദ മാർക്കറ്റ് പെനിട്രേഷൻ സ്ട്രാറ്റജി വൈൽ Apple phone and laptops enter into market by adopting the market skimming strategy. So these are the major objectives. So we have discussed the pricing policies and strategies consideration and also some of the objectives of pricing. ഇനി നമ്മുടെ മെയിൻ കണ്ടൻറ്റിലേക്ക് വരാം. പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്നാണ്. എന്തൊക്കെ പ്രൈസിങ് സ്ട്രാറ്റജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്? ഓഫ് വിച്ച് വി ഹാവ് ഡിസ്കസ് ടു മാർക്കറ്റ് പെനിട്രേഷനും മാർക്കറ്റ് സ്കിമ്മിങ് ഒക്കെ പഠിച്ചു. അതിൻ്റെ ഡീപ്പായിട്ടുള്ള കുറച്ച് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ്. എക്സ്ക്ലൂഡിങ് ദോസ് വാട്ട് ആർ ദ മേജർ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓഡ് പ്രൈസ്. ഓഡ് പ്രൈസിങ് മീൻസ് ദ പ്രൈസ് എൻഡിങ് ഇൻ എൻ ഓഡ് നമ്പർ. നമ്മളെപ്പോഴും കാണാറുണ്ട്, നമ്മുടെ ചില പ്രൊഡക്റ്റിൽ കാണും 699, 799, 999 ഉള്ളി എന്നൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്യും ഷൂയുടെ പ്രൈസ് അങ്ങനെയൊക്കെ. അപ്പം നമ്മളൊരു ഓഡ് നമ്പർ കാണുമ്പോൾ നമ്മൾ 400 ആണ്. ഇപ്പോൾ 399 മീൻസ് ഇറ്റ് ഈസ് 400. ബട്ട് സൈക്കോളജിക്കൽ പ്രൈസിംഗ് എന്നും ഇതിനെ പറയും. എന്ന് വെച്ചാൽ നമ്മൾ മൈൻഡ് ഡിസ്റ്റർബ് ആക്കും. നമ്മൾ വിചാരിക്കും 300 റേഞ്ചിലല്ലേ ഉള്ളൂ പ്രൊഡക്റ്റ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതിനെയാണ് ഓഡ് പ്രൈസിങ്. ഒരു ഓഡ് എമൗണ്ട് വെച്ചിട്ട് നമ്മൾ പ്രൈസിങ് ഇടും. ദിസ് ഈസ് ഓൾസോ കോൾഡ് ചാം പ്രൈസിങ്. ചാം പ്രൈസിങ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രൈസിങ് ഓർ ഓഡ് പ്രൈസിങ്. ദർ ആർ മെനി ടേംസ് ഡിസ്ക്രൈബിങ് 399, 199. In odd terms we are expressing the price. That is price ending in an odd number. It's called odd pricing. Second one is psychological pricing. Almost similar ആണ് സൈക്കോളജിക്കൽ പ്രൈസിങ്. നമ്മൾ ഒരു റൗണ്ട് നമ്പർ ആയിട്ട് അങ്ങ് ഫിക്സ് ചെയ്യുന്നതിന്. That is, many customers use the price as an indicator of quality. Some people prefer high price product because they feel the product is of high quality. ജുവലറി ഡയമണ്ടിനൊക്കെ ഒരു സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു റൗണ്ട് നമ്പർ ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിടും. ഓക്കെ, ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ പ്രൈസിങ്. ഓഡ് പ്രൈസിങ് സൈക്കോളജിക്കൽ പ്രൈസിങ് ഓൾമോസ്റ്റ് സിമിലർ. Okay, next one is customary pricing. That is the price fixed by custom or tradition. Okay, that is നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റിന് ഇത്രയാണ് പ്രൈസ് എന്നൊരു ഊഹം ഉണ്ടാവും. ഇപ്പോൾ ഒരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ റേറ്റ് അതിപ്പം പെപ്സി ആവാം, ഓ 7up ആവാം, സ്പ്രൈറ്റ് ആവാം, അങ്ങനെ പല പല സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. പക്ഷേ ഈ എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സിനും ഓൾമോസ്റ്റ് ഒരേ രീതിയിലുള്ള റേറ്റ് ആയിരിക്കും വരുന്നത്. ഇപ്പം 500 ml അല്ലെങ്കിൽ 500 liters ഓർ 1 liter, 500 അല്ല 1 liter ഒരു കുപ്പിക്കാണെങ്കിൽ നമുക്കറിയാം ഒരു പെപ്സിയുടെ റേറ്റ് തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും സ്പ്രൈറ്റിൻ്റെ അതേപോലെ 7upൻ്റെയൊക്കെ. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ മൈൻഡ് ഓഫ് കസ്റ്റമേഴ്സിന് അറിയാം ഈ റേഞ്ചിലാണ് പ്രൈസ് വരണേന്ന്. അപ്പം നമുക്ക് ഒരിക്കലും അത് മാറ്റി പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓഫ് സം അതർ ക്വാളിറ്റി. ചിലപ്പോൾ അതിൻ്റെ പാക്കിങ്ങിൻ്റെ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ വ്യത്യാസം കൊണ്ടോ ചെയ്യാൻ പറ്റും. അല്ലാതെ ഓട്ടോമാറ്റിക്കലി ദ പ്രൈസ് വിൽ ബി നോൺ ടു ദ കസ്റ്റമേഴ്സ്. Such type of pricing is called customary pricing. Similar ആണ് സ്വീറ്റ് മാനുഫാക്ചറേഴ്സ് ഒക്കെ ചെയ്യുന്നത്. സ്വീറ്റ് മാനുഫാക്ചറേഴ്സിലെ സ്വീറ്റിന് ഇപ്പോൾ ഒരു ലഡുവിൻ്റെ വില ഒരു ഫേമിൽ പറയുന്നത് തന്നെയായിരിക്കും അടുത്ത ഫേമിലുള്ളത്. ഫേമല്ല, ഒരു ഷോപ്പിൽ പറയുന്നത്. ഒരു ഷോപ്പിൽ ഒരു ലഡുവിന് 5 രൂപയാണെങ്കിൽ അടുത്ത ഷോപ്പിൽ 5 രൂപ തന്നെ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ദ കസ്റ്റമർ നോ ദാറ്റ് ഇറ്റ് വോണ്ട് ബി ഹയർ. ഇനി ഹയർ ആവണമെങ്കിൽ അതിനെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവണം. This is called customary pricing. Next one is pricing at the prevailing price. Similar other product, almost similar to the customary prices. പക്ഷേ സിമിലർ അതർ പ്രൊഡക്റ്റിന് എത്ര പ്രൈസാണോ മാർക്കറ്റിലുള്ളത് അതേ പ്രൈസ് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനും വേണ്ടി വരും. ഡിഫറെൻറ്റ് മാനുഫാക്ചർ ആയാലും ഡിഫറെൻറ്റ് ബ്രാൻഡ് ആയാലും സെയിം പ്രൈസിൽ തന്നെ വിൽക്കേണ്ടി വരും. ദിസ് ഈസ് എ കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് മെത്തേഡ് ഓഫ് പ്രൈസിങ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസിൽ ഫിക്സ് ചെയ്യേണ്ട ഒരു പ്രൈസാണ്. ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെ അവരുടെ പ്രൊഡക്റ്റിന് പ്രൈസ് കൊടുത്തു അത് തന്നെ നമ്മളും കൊടുക്കേണ്ടി വരും പ്രൊഡക്റ്റ്. ദിസ് ഈസ് കോൾഡ് ദി പ്രൈസിങ് അറ്റ് ദി പ്രിവെയിലിംഗ് പ്രൈസ് ഓർ ദി കോമ്പറ്റീറ്റർ ഓറിയൻറ്റഡ് പ്രൈസിങ് ഓർ ദി പ്രൈസിങ് അറ്റ് ദി മാർക്കറ്റ് പ്രൈസ്. അങ്ങനെ 3 രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ദി ഫോർത്ത് വൺ, ദാറ്റ് ഇസ് പ്രൈസിങ് അറ്റ് ദി പ്രിവെയിലിംഗ് പ്രൈസ്. പ്രിവെയിലിംഗ് പ്രൈസിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൈസ് ചെയ്യുന്നു. Next one is geographical pricing. That is, when a manufacturer serves a large number of distant regional markets, he can adopt different prices in each area without creating any ill will among customers. The distance should be covered is also considered for pricing under this method. അപ്പോൾ അടുത്ത് നമ്മൾ വിൽക്കുന്ന പ്രൈസും ദൂരെ വിൽക്കുന്ന പ്രൈസും വ്യത്യാസമായിരിക്കും. ഇപ്പം ജിയോഗ്രഫിക്കൽ ലൊക്കേഷനായ ടീ മാനുഫാക്ചേഴ്സിന് ഇവിടെയുള്ള പ്രൈസ് ഒന്നായിരിക്കും. ഇടുക്കിയിൽ
അതിന് കിട്ടുന്ന ഒരു ടീക്ക് എത്ര കിലോ ടീക്ക് കൊടുക്കുന്ന പ്രൈസും, അതേപോലെ അത് എക്സ്പോർട്ട് ചെയ്ത് വേറൊരു ലൊക്കേഷൻ ചെല്ലുമ്പോൾ അതിൻ്റെ പ്രൈസ് വേറെ ആയിരിക്കും. അതല്ലെങ്കിൽ വേറൊരു ലൊക്കാലിറ്റി കേരളത്തിൽ തന്നെ വേറൊരു ലൊക്കാലിറ്റി ചെല്ലുമ്പോഴും പ്രൈസ് വ്യത്യാസമായിരിക്കും. ദിസ് ഇസ് കോൾഡ് ജിയോഗ്രഫിക്കൽ പ്രൈസിങ്. ഓൺ ദ ബേസിസ് ഓഫ് ദ ജിയോഗ്രഫി വി ആർ ഫിക്സിങ് ദ പ്രൈസസ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഇതെല്ലാം ഇതിനകത്ത് പെടുന്നുണ്ടാവും. സോ ദർ ഇസ് ഡിഫറൻസ്. ഇത് തന്നെ നമുക്ക് 3 രീതിയിൽ പറയാം. ദാറ്റ് ഈസ് FOB പ്രൈസിങ്, സോൺ പ്രൈസിങ്, ബേസ് പോയിൻറ്റ് പ്രൈസിങ്. അല്ല, FOB എന്ന് പറഞ്ഞാൽ ഫ്രീ ഓൺ ബോർഡ് പ്രൈസിങ് ആണ്. ഫ്രീ ഓൺ ബോർഡ്, ദാറ്റ് ഈസ് ദ ബയർ ഹാസ് ടു ബിയർ ദ കോസ്റ്റ് ഓഫ് ട്രാൻസിറ്റ് ആൻഡ് അത് FOB 2 രീതി തന്നെയുണ്ട്. അതിൽ തന്നെ 2 രീതിയുണ്ട്. FOB ഒറിജിനും അതേപോലെ FOB ഡെസ്റ്റിനേഷനുണ്ട്. ഇപ്പോൾ ഒറിജിൻ പ്രൈസിങ്ങിലാണെങ്കിൽ, ഫ്രീ ഓൺ ബോർഡ് ഒറിജിൻ പ്രൈസിങ്ങിലാണെങ്കിൽ ബയർ ആയിരിക്കണം ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റും എടുക്കേണ്ടത്. എന്നാൽ FOB ഡെസ്റ്റിനേഷനിൽ ട്രാൻസിറ്റ് കോസ്റ്റ് സെല്ലിംഗ് പ്രൈസിൽ പെട്ടോളൂ, നമ്മൾ ബയർ അല്ല ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ദ 2 ടൈപ്സ് ഓഫ് FOB പ്രൈസിങ് ഇറ്റ് സെൽഫ്. നെക്സ്റ്റ് വൺ ഇസ് സോൺ പ്രൈസിങ്. ദാറ്റ് ഈസ് നമ്മൾ പല സോണായിട്ട് മാർക്കറ്റിൽ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് യൂണിഫോം പ്രൈസസ് ഒരു സോണിലുള്ള എല്ലാ ബയേഴ്സിനും ഒരു പ്രൈസ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. സോ ദിസ് ഇസ് കോൾഡ് സോൺ പ്രൈസിങ്. സോണിനെ ബേസ് ചെയ്ത് പ്രൈസ് വയ്ക്കുന്നത്. അപ്പോൾ ആവറേജ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഒക്കെ ഈ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യും. തേർഡ് വൺ ഇസ് ബേസ് പോയിൻറ്റ് പ്രൈസിങ്. ബേസ് പോയിൻറ്റ് മീൻസ് ദിസ് മെത്തേഡ് ചാർജസ് ദ ബയർ ദ ട്രാൻസ്പോർട്ടേഷൻ ഗോസ് ഫ്രം ദ ബേസ് പോയിൻറ്റ് ടു ദ ബയേഴ്സ് ലൊക്കേഷൻ. One or other more cities are taken as a base point and the transportation costs from such points are charged from the buyers. നമ്മളൊരു ബേസ് പോയിൻ്റ് ഫിക്സ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പം ആലുവയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, അതിന് നമുക്ക് ആലപ്പുഴ എത്തണമെന്ന് വെച്ചോ. എന്നാൽ എറണാകുളമായിരിക്കും ചിലപ്പോൾ ബേസ് പോയിൻ്റായിട്ട് വെച്ചിരിക്കുന്നത്. എറണാകുളം വരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈസ് സെല്ലർ ബിയർ ചെയ്തോളും. പക്ഷേ എറണാകുളത്ത് നിന്ന് നമ്മുടെ ആലപ്പുഴ വരെ എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം അല്ലെങ്കിൽ അത്രയും അതിനെടുക്കുന്ന ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് ബയർ ഏൽക്കേണ്ടി വരും. ബേസ് പോയിൻ്റ് എന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് ബയർ ഏൽക്കുന്നതാണ് ബേസ് പോയിൻറ്റ് പ്രൈസിങ്. ഇത് ജോഗ്രഫിക്കൽ പ്രൈസിങ്ങിൽ ഒരെണ്ണത്തിൻ്റെ കാറ്റഗറിയാണ്. FOB പ്രൈസിങ്, അതേപോലെ സോൺ പ്രൈസിങ്, ബേസ് പോയിൻറ്റ് പ്രൈസിങ്. FOB തന്നെ 2 എണ്ണം, FOB ഒറിജിൻ ആൻഡ് FOB ഡെസ്റ്റിനേഷൻ. FOB ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഉള്ള പ്രൈസ് തൊട്ടുള്ളത് ബയർ ബിയർ ചെയ്യേണ്ടി വരും. FOBയിൽ അത് സെല്ലിംഗ് പ്രൈസിൽ ഇൻക്ലൂഡ് ആവും. സോൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓരോ സോൺസിനും ഓരോ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ബേസ് പോയിൻറ്റ് പ്രൈസിങ് മീൻസ് അപ് ടു എ ബേസ് പോയിൻറ്റ് സെല്ലർ വിൽ ബിയർ ദ പ്രൈസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ ബയർ ഹാഡ് ടു പേ ദ പ്രൈസ്. നെക്സ്റ്റ് വൺ ഇസ് ഡ്യുവൽ പ്രൈസിങ്. Dual pricing means it is a method of pricing where a portion of the product of the manufacturer compulsory sold to the government or the authorized agency by a substantially low price and the rest in the open market at a higher price. 2 രീതിയിലുള്ള പ്രൈസ് കൊടുക്കേണ്ടി വരും. ഗവൺമെൻറ്റിന് ഒരു രീതിയിലും അതേപോലെ ലോക്കൽ ആൾക്കാർക്ക് വേണ്ടി വേറെ രീതിയിലും കൊടുക്കേണ്ടി വരും സെയിം പ്രൊഡക്റ്റിന്. ഇതിനെയാണ് ഡ്യുവൽ പ്രൈസ് എന്ന് പറയുന്നത്. വെച്ചാൽ ഒരു പ്രൊഡക്റ്റിന് തന്നെ 2 ടൈപ്സ് ഓഫ് പ്രൈസിങ് ആർ ഫിക്സ്ഡ്. One for the government and other for the local bodies. ഗവൺമെൻറ്റിന് അത് സബ്സിഡി റേറ്റിൽ കൊടുക്കും and for the other it will be higher rate. This is called dual pricing. Next one is administered pricing. That is, it is a practice of pricing the products not on the basis of cost, competition or demand. കോസ്റ്റിനെയോ കോമ്പറ്റീഷനെയോ ഡിമാൻഡിനെയോ ഒന്നും ബേസ് അല്ല പ്രൈസ് ഫിക്സ് ചെയ്യുക. ബട്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പോളിസി ഡിസിഷൻസ് ഓഫ് ദി സെല്ലർ. സെല്ലറുടെ ഉദ്ദേശത്തിന് സെല്ലർ എന്താ പ്ലാൻ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് തന്നെ. ഓൾമോസ്റ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് ആണ് നമ്മൾ KSEB അഡോപ്റ്റ് ചെയ്യുന്നത്. They are the sellers and they can decide the price irrespective of the demand or any competition because they don't have any competition and also the cost of production. ഇതൊന്നും ബേസ് ചെയ്തിട്ടല്ല. They can fix the price as per their policy decision. This is called administered pricing. Next one is market pricing, mark up pricing. That is cost plus pricing എന്ന് നമ്മൾ പറയും. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എടുത്തത് 50 രൂപയാണ് എങ്കിൽ അത് വിൽക്കുന്ന 60 രൂപയ്ക്കാണെങ്കിൽ 10 രൂപ നമ്മൾ മാർക്കപ്പായിട്ട് വിൽക്കുന്നു, അല്ലെങ്കിൽ 20% മാർക്കപ്പായിട്ട് വെച്ചെടുക്കുന്നു. ഇതിനെയാണ് മാർക്കപ്പ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുക ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും. ഇപ്പോൾ ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന് എടുക്കുകയാണെങ്കിൽ അവർ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. ബട്ട് ദേ വോണ്ട് ടു ഗെറ്റ് സം പ്രോഫിറ്റ് ഇൻ ബിറ്റ്വീൻ. സോ 50 രൂപയ്ക്ക് ഫിക്സ് ചെയ്ത് തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് 50 രൂപയ്ക്കാണ് അവർ ഹോൾസെയിലർ വാങ്ങിയെങ്കിൽ
₹50 തന്നെ ഹോൾസെയിലർ കൺസ്യൂമറിലേക്ക് എത്തിച്ച് അയാൾക്കൊന്നും ഇതിൻ്റെ ഇടയിൽ കിട്ടുന്നില്ല. So he will mark up the price to ₹60 and sell it to the consumer or the retailer so that he can get a margin of ₹10 or 20% margin കിട്ടും. ഇതിന് ചെയ്യുന്നതിനാണ് മാർക്കപ്പ് പ്രൈസിങ് ഓർ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പ്രൈസ് ലൈനിങ്. പ്രൈസ് ലൈനിങ് ഈസ് ഓൾമോസ്റ്റ് ഫോളോഡ് ബൈ ദി റീറ്റെയിലേഴ്സ്. ദാറ്റ് ഈസ് ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ കസ്റ്റമറി പ്രൈസിൻ്റെ ഒരു ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് പ്രൈസ് ലൈനിങ് എന്ന് പറയുന്നത്. ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പ്രൈസസ് അറ്റ് വിച്ച് ദ റീറ്റെയിൽ സ്റ്റോർ വിൽ സെൽ ഇറ്റ്സ് പ്രൊഡക്റ്റ്, അതാണ് പ്രൈസ് ലൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ എപ്പോഴും ഒരു റേഞ്ചിൽ തന്നെ പ്രൈസിനെ ഫിക്സ് ചെയ്ത് വെക്കും. ഇപ്പം ബാറ്റ ഷോറൂമിലൊക്കെ നമുക്ക് പോയാൽ അറിയാം, ബാറ്റ ഷൂ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന റേറ്റ് ആയിരിക്കില്ല ഷോറൂമിലെ റേറ്റ്. ബിക്കോസ് ദേ വിൽ ബി ഹാവിങ് എ പ്രൈസ് റേഞ്ച്, അതിനുള്ളിൽ തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്യും. അതല്ല ഇനിയിപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് ഭയങ്കര കുറയുന്നു എന്ന് വെച്ചാൽ അവർ ക്വാളിറ്റി കുറച്ച് പ്രൈസ് കുറച്ച് വിൽക്കും. അതല്ലാതെ പ്രൈസിൽ വലിയ ഫ്ലക്ച്വേഷൻസ് വരാതെ ഒരു ലൈനിൽ പ്രൈസ് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് പ്രൈസ് ലൈനിങ്. ഓൾമോസ്റ്റ് ഇൻ ദ റീറ്റെയിലർ ഷോപ്പിൽ, ഇപ്പോൾ ഹോൾസെയിൽ ഷോപ്പിലൊക്കെ ചെയ്യുന്നതാണ് ഇങ്ങനത്തെ പ്രൈസ് ലൈനിങ് സ്ട്രാറ്റജി. നെക്സ്റ്റ് വൺ ഇസ് നെഗോഷിയേറ്റഡ് പ്രൈസിങ്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ദ ഇൻഡസ്ട്രിയൽ സപ്ലൈസ്. ദാറ്റ് ഈസ് ഒരിക്കലും പ്രൈസ് ഫിക്സ് ചെയ്യില്ല, ബാർഗെയിനിങ്ങിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. എപ്പോഴും പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷെ ബയറിന് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് അവർക്ക് വേണ്ട രീതി, അവർക്ക് എത്ര പ്രൈസിന് വേണ്ടോ അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് ഒരിക്കലും പ്രൈസ് ഫിക്സ് ചെയ്യില്ല, എന്നിട്ട് പറഞ്ഞ് നെഗോസിയേഷനിലൂടെ മാത്രം പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാർഗെയിനിങ്ങിലൂടെ മാത്രം പ്രൈസ് ഫിക്സ് ചെയ്യുന്നതാണ് നെഗോഷിയേറ്റഡ് പ്രൈസിങ് എന്ന് പറയുന്നത്. Next one is monopoly pricing. Monopoly pricing is somewhat different. That is, ഞാൻ നേരത്തെ പറഞ്ഞ KCBയുടെ കേസ് മോണോപ്പൊളി പ്രൈസിങ് ആണ്. ബിക്കോസ് ദർ ഇസ് നോ അതർ കോമ്പറ്റീറ്റർ ഗിവിങ് ദാറ്റ് പ്രൊഡക്റ്റ്, സോ ദേ ക്യാൻ ഫിക്സ് ദ പ്രൈസ് ദെയർ ഓൺ. സോ ദ പ്രൈസിങ് ഈസ് വെരി ഈസിയർ. അവരുടെ പോളിസിക്ക് അനുസരിച്ച് അവർക്ക് ഡിസൈൻ ചെയ്യാം. ദിസ് ഈസ് മോണോപ്പൊളി പ്രൈസിങ്. ഇലക്ട്രിസിറ്റി ബോർഡ് അതുപോലത്തെ വേറെ സർവീസ് പ്രൊവൈഡേഴ്സ് ഇല്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മോണോപ്പൊളി പ്രൈസിങ് എടുക്കാൻ പറ്റുക. അതല്ല, 1-2 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും കോമ്പറ്റീറ്ററിനെ ബേസ് ചെയ്തോ ഡിമാൻഡിനെ ബേസ് ചെയ്തോ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടി വരും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് എക്സ്പെക്റ്റഡ് പ്രൈസിങ്. ദാറ്റ് ഈസ് ദ പ്രൈസ് അക്സെപ്റ്റഡ് ബൈ ദ കൺസ്യൂമേഴ്സ്. അത് ഓൾമോസ്റ്റ് ഫിക്സ് ആയിരിക്കും. ഇതാണ് പ്രൈസ്, കൺസ്യൂമർ ഇത്രയും പൈസ ആ പ്രൊഡക്റ്റിന് കൊടുക്കുള്ളൂ എന്നറിഞ്ഞ് നമ്മുടെ പ്രൊഡക്റ്റിന് ആ റേഞ്ചിൽ തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനാണ് എക്സ്പെക്റ്റഡ് പ്രൈസിങ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ, കൺസ്യൂമേഴ്സ് അങ്ങനെ ആയിരിക്കും വാങ്ങുന്നതെന്നുള്ള എക്സ്പെക്റ്റേഷന് നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നു. ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് പ്രൈസിങ്. So for today we can end our session with this. So today we have discussed what are the pricing policies and strategy consideration, then some of the objectives of pricing, and also some of the strategies adopted in pricing. We have only discussed about 12 points. There are 22 policies or pricing policies or pricing strategies to be adopted. So we can discuss that later. Now as your topic for the day, നിങ്ങൾ എഴുതുക അല്ലെങ്കിൽ പറഞ്ഞ് കേൾപ്പിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യേണ്ടത് പ്രൈസിങ് സ്ട്രാറ്റജീസ്, ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ.